Yeah, good morning to all. Good morning, everyone. Good morning, Miss. Good morning, ma'am. Yeah, morning. Okay, then how are you all? Have you had your lunch or your breakfast? Yes, miss. Yes, miss. പിന്നെ ഈ സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിക്കുന്നത് ഏതൊരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും ഉണ്ടാവുക അല്ലെ. 11:30 ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കഴിച്ചു നോക്കി. ചുമ്മാ അന്ന് ചോദിച്ചതേ ഉള്ളൂ. കാരണം ചിലരൊക്കെ ലേറ്റായി കഴിക്കുന്നവരുണ്ട് അല്ലെ. പക്ഷെ ഞാൻ നേരത്തെ കഴിച്ചു. ഞാൻ ഓഫീസിൽ വരണ്ടേ, നേരത്തെ കഴിച്ചു പോന്നു. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? സുഖമല്ല എല്ലാവർക്കും? ഹാപ്പി ആയിട്ടിരിക്കുന്ന എല്ലാവരും ആണോ? റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. മൗനം സമ്മതം. ഓക്കെ, നമ്മള് ക്ലാസ്സിലൊക്കെ പോവാട്ടോ. നിങ്ങളൊന്നും മിണ്ടില്ല, അതുകൊണ്ട് ക്ലാസ്സിൽ കാണുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ previous class we discussed the tense simple past, right? Yes. Yeah, is it clear? Do you have any doubts or any questions about that? Clear ആണ്. No, Clear ആണ്. no, clear ആണ്. ഞാൻ ഇത്രയും സുഖമായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം മേ ബി ഇത്രയും ക്ലിയർ ആവുന്നേ. അല്ല, എളുപ്പമാണ്. സിമ്പിൾ പാസ്റ്റ് എളുപ്പം. ഇനി അങ്ങോട്ട് എങ്ങനെയാന്ന് അറിയത്തില്ല. ഞാൻ പഠിപ്പിക്കുന്നതിന്റെ അല്ല. ഓക്കെ, അല്ലല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, മിസ് പഠിപ്പിക്കുന്ന എളുപ്പമായിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അതാണ് ഞാൻ പറയാം, എന്നെ പൊക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളായിട്ട് പൊക്കുന്നില്ല, നിങ്ങൾ നല്ലതൊന്നും പറയുന്നില്ല. ഞാൻ എന്ന് പറയാം എന്റെ അവസ്ഥ ആലോചിക്കുന്നത്. എനിക്ക് ചിരിക്കുന്ന ഇമോജീസ് ഒന്നും ഇല്ല നിങ്ങളുടെ കയ്യില്? ഇല്ല. അല്ല, ചിരിക്കുന്നുണ്ട്. ഇനി ചിരിച്ചു കഴിഞ്ഞാൽ മിസ്സിനെ കളിയാക്കുമെന്ന് വിചാരിച്ചായിരുന്നു. ശീലാണ്. അപ്പൊ എല്ലാ ക്ലാസ്സിൽ നിന്ന് എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. അത് പേടിക്കേണ്ടതല്ല. കളിയാക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയാണ്. നിങ്ങളിവിടെ മിണ്ടുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. മിണ്ടുന്നില്ല, എനിക്കൊരു എക്സ്പ്രഷനും ഇല്ല, ഒന്നുമില്ല. ചില ക്ലാസ്സിലൊക്കെ എന്നെ എന്താ പറയാ ആൾക്കാരുണ്ട്, വെറുതെ എടുത്ത് വാരി എറിയാറുണ്ട്. ഞങ്ങൾ കുറച്ച് മിസ്സിനെ കുറച്ച് ബഹുമാനിക്കുന്നതുകൊണ്ടായിരിക്കും ഒന്നും പറയാത്തെ. ബഹുമാനം കൂടിപ്പോയി തന്നെയാണോ ഇപ്പൊ സംശയമുണ്ട്? അതൊക്കെ ആയിരിക്കും. അതെ, എന്നോട് പ്രത്യേകതരം ബഹുമാനമാണ്. എല്ലാ സ്റ്റുഡൻസിനും അങ്ങനെയാണ്. ഇപ്പൊ 21 അല്ലേ, 22, 23 കുറച്ച് കൂടുതലാണ്. ഒരു രക്ഷയില്ല പറയുന്നത്. പക്ഷെ രസാട്ടോ അങ്ങനെ സംസാരിക്കണം. നിങ്ങൾ പെട്ടില്ല, നിങ്ങൾ ക്ലാസ്സിൽ എനിക്ക് പോകണം. സത്യം, ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാമല്ലോ. 21 വരുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിക്കാം, ഭയങ്കര ബോറിംഗ് ആണ്. ഒന്നും തോന്നരുത് കേട്ടോ. സത്യം ചില സമയത്ത് സത്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കും എന്നാണ് പറയുന്നത്. ഞാനോ ഹേർട്ട് ചെയ്തോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞോണ്ട് ഹേർട്ട് ചെയ്തോ? കുഴപ്പമില്ല, സഹിച്ചോ, അതാണ് സത്യം. ചിലപ്പോ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നതായിരിക്കും എല്ലാവർക്കും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പഠിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരിക്കും, വർത്തമാനം പറയാനൊക്കെ മടിയില്ലാത്ത പിള്ളേരായിരിക്കും. പക്ഷെ അനക്കം ഉള്ളത് കൊണ്ടായിരിക്കാം. അനക്കം ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കുള്ളൂ, ബാക്കി ആരും മിണ്ടില്ല. ഓക്കെ, അപ്പൊ ഡിമാൻഡ്സിന്റെ കാര്യമില്ല ഇപ്പൊ. എന്തോ അതൊക്കെ ക്ലാസ്സിൽ ഉള്ളത് കൊണ്ടാണ് ക്ലാസ്സൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെയായിരിക്കും. ചിലപ്പോ മിണ്ടാൻ മടിച്ചിട്ടായിരിക്കും മിസ്. ചിലപ്പോ ചിലർക്ക് ചിലപ്പോ എന്തെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പം അതുങ്ങളുടെ സൗണ്ട് കൊണ്ടൊക്കെ ആയിരിക്കും ചിലർ മിണ്ടാത്ത എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. ഒരു പാല് വിട്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, ഇങ്ങോട്ടും തന്നു ഞാൻ അങ്ങോട്ടും തന്നു. അങ്ങനെ ഓക്കെ, ബാക്കി എല്ലാവരും നിങ്ങൾ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? പുറത്ത് വരെ പോയതാ. അതെ, കാര്യമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് ആരൊന്നും വിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. കോഴ്സൊക്കെ കംപ്ലീറ്റ് ആവാനായി, അറിയുന്നുണ്ടോ നിങ്ങള്? ഉണ്ട്. എന്നിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? മിസ് അടിക്കോ? മിസ് അടിക്കും.
ശരിക്കും മിസ്സിനെ മിസ് ചെയ്യും. മിസ്സിനെ മിസ് ചെയ്യുമെന്ന്. ഓ ഞാൻ അല്ല, തിരിച്ചു സത്യം പറഞ്ഞതാ. അത് മിസ് മാത്രമാണ് മിസ് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള മിസ്സുമാർ ക്ലാസ് എടുത്തിട്ട് മ്യൂട്ട് ചെയ്ത് സംസാരിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ചോദിക്കുള്ളൂ. അൺമ്യൂട്ട് ആക്കാറില്ല പൊതുവെ. മിസ് മാത്രമാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എപ്പോഴും. മിസ്സിന് നല്ല ക്ലാസ്സാണ്. നല്ല ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും സ്റ്റുഡൻസ് ക്ലാസ്സിലുള്ളത്. കണ്ടോ? അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ അത് ചോദിക്കുന്നുണ്ട്. കുറച്ചും ചോദിക്കുന്ന ഓരോന്ന് വർക്കൊക്കെ കൊടുക്കുന്നുണ്ടാ. അതുകൊണ്ടാ. എല്ലാ ഇംഗ്ലീഷ് ക്ലാസ് പൊതുവെ ഇങ്ങനെയാ. നല്ല ക്ലാസ് എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനത്തെ കാണുന്നത്. സത്യം പറയൂ, ക്ലാസ് എങ്ങനെയുണ്ട്? ബോറിംഗ് ആണോ? ബോറിംഗ് ഒന്നുമല്ല, നല്ല ക്ലാസ് മിസ്സേ, കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും സംസാരിക്കാനിട്ട് പോലും നിങ്ങൾക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടമാണല്ലോ. സമ്മതിക്കണം നിങ്ങൾ. അത് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടായിരിക്കും. ഇംഗ്ലീഷ് ഇപ്പൊ കുറച്ച് ഇതാകുന്നുണ്ട്. അതാണ്. ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിലും എന്നോട് സംസാരിക്കാലോ അല്ലേ? ഇത്രയും നേരം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചോ? പറയൂ. ഇല്ല പഠിച്ചില്ല. എങ്ങനെയാണ് സംസാരിക്കുന്നത്? വരുവാ. അതാ ചേച്ചി എന്തോ ബിസിയാന്ന് തോന്നുന്നു. ആരെ വിളിച്ചെന്ന് തോന്നുന്നു. ഞാൻ പൊതുവേ ഞാൻ ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുക. ഞാൻ ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് എടുക്കുകയാണെങ്കിലും ഞാൻ മ്യൂട്ട് ചെയ്യാറില്ല. എനിക്ക് മ്യൂട്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര സഫോക്കേഷൻ ആണ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കണം, എന്നോട് ഇങ്ങനെ സംസാരിക്കണം, ഞാനും സംസാരിക്കണം. ഇപ്പോ സബ്ജക്ട് ആണെങ്കിൽ അവർക്ക് ഇതുപോലെ ഇതിന് ടൈം കൊടുക്കും. എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഫുൾ ടൈം ക്ലാസ് എടുക്കുമ്പോൾ സത്യം പറയണം. ഉറക്കം വരാറുണ്ടോ? ഉറക്കമില്ല, കുറച്ചു കഴിയുമ്പോഴത്തേനും അടുത്തു പോകും. ഇങ്ങനെ ഇരിക്കും എന്തേലും. ചില ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒക്കെ ചാപ്റ്റർ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പൊ നല്ല ഉറക്കം വരും. പക്ഷെ അതിനിടയിൽ ടീച്ചേഴ്സ് ഇങ്ങനെ ചുമ്മാ സംസാരിക്കുകയാണെങ്കിലോ രസമായിരിക്കും. അത് പോകും. ഓക്കെ. കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തോണ്ടിരുന്ന് ഞാൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ അവിടെ ഞാനങ്ങ് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയിരുന്നു. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈ രാവിലെ അല്ലേ വെളുപ്പിന് എഴുന്നേറ്റേ എല്ലാവർക്കും പോകേണ്ടതൊക്കെ ആയതുകൊണ്ട് കിച്ചൺ പരിപാടിയൊക്കെ കഴിയുമ്പോ തന്നെ ഒരു ക്ഷീണം ഉണ്ടല്ലോ. അപ്പം ക്ലാസ് ചില സമയത്ത് ബോറിംഗ് ആകുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴെല്ലാം കഴിഞ്ഞു, സംഭവം എല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് തന്നെ ഒരു നാണക്കേടായി പോയി, എന്നാ പറ്റിയെന്ന് ഓർത്തു. എന്താ പറയാ, എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ അല്ലല്ലോ അല്ലെ? വേ ഓഫ് ടീച്ചിങ് ആണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആണ്. വേ ഓഫ് ബിഹേവിയർ, ടീച്ചിങ്, എവരിതിങ് ഈസ് ഡിഫറെന്റ് അല്ലെ? അതെ മിസ്, ഇംഗ്ലീഷ് ക്ലാസ് മാത്രമാണ് മിസ് മ്യൂട്ട് ചെയ്യുമ്പോൾ അൺമ്യൂട്ട് ആക്കുന്നത്. മറ്റു മിസ്സുകൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പോർഷൻസ് തീരാനുള്ള സമയം പോകും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഒരു സബ്ജക്റ്റ് ആണ്, പോർഷൻസ് തീർക്കേണ്ടതുണ്ട്. എനിക്ക് അങ്ങനെ എക്സാം ഒന്നുമില്ല, ഞാൻ ഫ്രീ ആണ്. പക്ഷെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അല്ലേ? അതും എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുമ്പോ ഭയങ്കര ബോറിംഗ് ആണ് എല്ലാവർക്കും. കാരണം ഒരു മടിയാണ്, ടഫാണ്, സബ്ജക്ട് ടഫാണ്, അതൊക്കെ ഒരു ചിന്താഗതി നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ബോറടിക്കും അല്ലേ? മെയിൻലി മനസ്സിലാകാത്തോണ്ടാണ് ബോറടിക്കുന്നത്. പക്ഷെ എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന അങ്ങനെയായിരുന്നു. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എന്ത് ബോറ് ക്ലാസ്സാ! കുറെ ടീച്ചേഴ്സ് വന്നു ചുമ്മാ ഇംഗ്ലീഷൊക്കെ സംസാരിച്ചു, ഗ്രാമറൊക്കെ പറഞ്ഞു. നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ അവരോട് ചോദിക്കുകയും വേണം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾ പഠിച്ചോ എന്നൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. അവര് ആ ഒരു ഫീ കൊടുക്കുന്ന പോലെ നമ്മൾ ഫീ കൊടുത്ത് ജോയിൻ ചെയ്യുന്നു, അവർ വന്നു കഴിഞ്ഞു, അവർക്ക് ഫീ കിട്ടിയാൽ മതി. അവര് കുട്ടികളെ അവർക്ക് പഠിപ്പിക്കണമെന്നോ അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചേനെ, ഐ തിങ്ക് സോ. ഓക്കെ, സോ അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും ടീച്ചറായിട്ട് വരാണെങ്കിൽ, ടീച്ചറാണ് ഭയങ്കര ഇഷ്ടമായിരുന്നേ, അത് വേറെ കാര്യം. അപ്പോ ടീച്ചറായിട്ട് വരാണെങ്കിൽ ടീച്ചർ സ്റ്റുഡൻസ് ആ റിലേഷൻ അല്ലാതെ ഒരു ഫ്രണ്ട്ലി റിലേഷൻ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് നമുക്ക് പഠിക്കാനാണെങ്കിൽ. അതുമല്ല, ഇംഗ്ലീഷ് പഠിക്കുന്നത് നിങ്ങൾ പോലും അറിയാൻ പാടില്ല. നിങ്ങൾ പോലും അറിയാതെ ഇംഗ്ലീഷ് പഠിക്കണം എന്നായിരുന്നു എന്റെ പോളിസി. അത് എത്രത്തോളം
വർക്കൗട്ട് ആയെന്നൊന്നും എനിക്ക് അറിയില്ല. വർക്കൗട്ട് ആയോ? ആവുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ പറയണം. വർക്കൗട്ട് ആയി മിസ്. അതുപോലെ തന്നെ. ആണോ? സ്ട്രാറ്റജി നന്നാക്കി പിടിക്കണോ? എന്തോ അല്ല നമ്മുടെ ഈ മെത്തേഡ് ഉണ്ടല്ലോ, അത് മാറ്റി പിടിക്കണോന്ന് ചോദിച്ചു. പിടിക്കണ്ട, ഇതുപോലെ തന്നെ പോയാൽ മതി മിസ്. ഇതാ നല്ലത്. എന്നിട്ട് പിടിക്കണ്ട, മിസ് ഇങ്ങനെ ഫ്രണ്ട് ആയിട്ട് ഇരുന്നാൽ മതി. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി പിള്ളേർ ഇവിടെ ക്ലാസ്സിൽ കയറത്തില്ല. കൂട്ടുകാരെ പോലെ ഇത് ചെയ്താൽ മതി. എനിക്ക് ദേഷ്യം വരില്ലാന്നേ. ഞാൻ സ്ട്രിക്റ്റ് ആവൂല. പറയും സ്ട്രിക്റ്റ് ആവുന്നൊക്കെ പറയും, പക്ഷെ ആവാൻ പറ്റില്ല. അത് ഫേസിൽ വരത്തില്ലായിരിക്കില്ലേ, ചിരിയായിരിക്കും വരുന്നത്. ഞാനിങ്ങനെ സ്ട്രിക്റ്റ് ആയി ദേഷ്യപ്പെട്ട എല്ലാവരും ചിരിക്കും. എന്നാലും കൊള്ളാട്ടോ. ഇന്ന് ആദ്യമായിട്ട് നിങ്ങൾ ഇത്രയും സംസാരിച്ചു. എന്ത് പറ്റി? നിങ്ങൾക്ക് എന്തോ പറ്റിയതാണെങ്കിൽ എനിക്ക് പറ്റിയതാണോ? അതെനിക്ക് തോന്നുന്നു ക്ലാസ് കഴിയാറായെന്ന് മനസ്സിൽ തോന്നിയപ്പോ ഇനി എന്ത് ചെയ്യും, ഇനി എല്ലാരും കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള തോന്നലുള്ളിൽ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? നല്ല ബോണ്ട് ഉണ്ടോ? ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടോ? ഉണ്ട്, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ചില ക്ലാസ്സിലൊക്കെ എനിക്കൊന്ന് 24-ലാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്നേ. എന്തൊക്കെയാണ് മിസ് അതിന്റെ പിന്നെ ഞാനില്ലേ എല്ലാരും ചോദിക്കുന്നുണ്ടോ നമ്പർ വേണമെന്ന് പറയും, പക്ഷെ നമ്പർ കൊടുക്കാന്നൊക്കെ അലൗഡല്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നില്ല, ഒരു വേറെ ട്രിക്ക് യൂസ് ചെയ്യും. പക്ഷെ അത്രയ്ക്ക് ഞാൻ പറയില്ല, നിങ്ങൾ യൂസ് ചെയ്യും. എല്ലാവരും തന്നെയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഞങ്ങള് കണ്ടുപിടിച്ചായിരുന്നു മിസ്സിനെ കുറെ ഇത് ചെയ്തായിരുന്നു. ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. പിന്നെ അറിയില്ല കേട്ടോ ഞാൻ. മിസ് എന്നെ തിരിച്ച് ഫോളോ ചെയ്യുന്നു, പക്ഷെ മറ്റേ ആതിര മിസ്സും മിൽറോസ് മിസ്സും മാത്രം തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല. ആരും അറിയില്ല, നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്ന് അറിയണ്ടേ. നന്നായി. ഞാൻ പിന്നെ നോക്കും, സ്റ്റുഡൻസ് ആണോ നോക്കും, ചെക്ക് ചെയ്യും. ഞാൻ മിസ്സിന്റെ ഇൻസ്റ്റയിനകത്തുനിന്ന് മറ്റേ മിസ്സുമാരുടെ ഒക്കെ കണ്ടുപിടിച്ചത്. അവരെ നോക്കിയിട്ട് അധികം കിട്ടിയില്ലായിരുന്നു. ഫോളോ ചെയ്താൽ മാത്രം പോരാ, സംസാരിക്കണ്ടേ. പറയാം എന്നെ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. ബാച്ച് പറയണോട്ടോ, പേര് പറയരുത്. പേര് പറഞ്ഞാൽ ഇരിക്കും. ബാച്ച് പറയണം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കില്ലേ? അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ബാച്ച് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. അതാണ് ഇപ്പൊ അവസ്ഥ. ഒരുപാട് ബാച്ച് ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഫോളോവേഴ്സ് ഫുള്ള് സ്റ്റുഡൻസ് ആണ്. അതിനിടയിൽ എനിക്ക് അറിയില്ല ഓരോരുത്തരുടെ പേര് പറയുമ്പോ. ബാച്ച് ആകുമ്പോ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയോട് കൂടി ഞങ്ങൾ ക്ലാസ് കംപ്ലീറ്റ് ആകും. ശരിയാന്ന് തോന്നുന്നു. ഞാൻ ഒരു മൊഡ്യൂൾ കൂടി ഉള്ളെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് ഓൾറെഡി. 4th മൊഡ്യൂൾ കൂടി ഉള്ളു, ബാക്കി 3rd ഫുള്ള് കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്റെ വേറെ ക്ലാസ്സസ് നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണോ? യൂട്യൂബിൽ കയറുമ്പോ മിസ്സിന്റെ വേറെ ക്ലാസ്സുകൾ കയറി വരാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ മതിയല്ലോ, ഈ ക്ലാസ് എടുക്കാലോ അല്ലേ? സന്തോഷായി. ഉറക്കം പോയി. അനുവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആണോ? അനു ട്രീറ്റ് വേണം. ഞാൻ അനു ട്രീറ്റ് ചെയ്യിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. എന്റെ ഗ്രൂപ്പിലൊന്നും കണ്ടില്ലല്ലോ. താങ്ക് യു. ഓക്കെ, ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ അനു. താങ്ക് യു മിസ്. ഓക്കെ, ഞാൻ ഏജ് ചോദിക്കുന്നില്ല. ചോദിക്കണോ? മിസ് 25. അയ്യോ, അപ്പൊ എന്നെക്കാൾ ഇളയതായിരുന്നു. ഞാൻ ചേച്ചിന്ന് വിളിച്ചേ. പലരുടെയും ഏജ് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, കാരണം ഒരു ക്ലാസ്സിൽ ഏജ് ചോദിച്ചതിന്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല എനിക്ക്. ക്ലാസ്സില് 24th ബാച്ചിലാണ് ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഭയങ്കരമായിട്ട് സംസാരിക്കും. നമ്മള് ആസ് എ ടീച്ചർ എല്ലാവരും പേരെ വിളിക്കുക. സോ ഞാൻ പേര് വിളിക്കുന്നു, സംസാരിക്കുന്നു. പറഞ്ഞു വന്നപ്പോ ഒരു പേര് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല. പക്ഷെ ആളെ ഏജ് പറഞ്ഞപ്പോ ഞെട്ടിപ്പോയില്ലേ. 54. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ നിന്നു സൈലന്റ് ആയിട്ട്. ആലോചിച്ച് നോക്കി, ആ ടൈമിലും പഠിക്കുന്നു, ഭയങ്കര ആക്റ്റീവ് ആണ്, വോക്കിംഗ് ആണ് ആള്.
സോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഏജ് ചോദിക്കാറില്ല. എനിക്ക് ഏജ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെക്കാളും കുറച്ച് എൽഡറാണ്. സോ റെസ്പെക്ട് ചെയ്യണം. പിന്നെ അവര് ഒരു പേര് തന്നെ വിളിക്കുക. പെർമിഷൻ ചോദിച്ചിട്ട് തന്നെ പേര് വിളിക്കും. അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഓക്കെ, പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്താണ് എന്തൊക്കെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻസ്? എന്തൊക്കെയാണ്? എന്തെങ്കിലും പരിപാടി ഉണ്ടോ? പ്രോഗ്രാംസ് ഉണ്ടോ? ഇല്ല. ഇത് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഒരു ബർത്ത്ഡേ ആണ്, ഒരു വയസ്സ് കൂടിയതാണ്. അതെ. നമ്മൾക്ക് ഏജ് കൂടിയാലും നമ്മുടെ മനസ്സിന് ഏജ് കൂടാൻ പാടില്ല കേട്ടോ. എപ്പോഴും ചിന്തിക്കണം. എന്നെ കണ്ട എത്ര വയസ്സ് പറയും? കൂട്ടി പറയരുത്. അയ്യോ എനിക്ക് വയ്യ. 33 വയസ്സില്ലേ? 26. 28. ഞാനത് മറക്കില്ല. ഒരിക്കലും മറക്കില്ല. 28. ആ പറയൂ, പോരട്ടെ. 28, 24, 18 പിടിച്ചാലോ? അതാവുമ്പോ കുറച്ചുകൂടി സന്തോഷമായി. 26. 26. നമ്മള് സെയിം ആയപ്പോ സെയിം ഏജ്. കറക്റ്റ് പറയും. നോക്കട്ടെ ഞാൻ. ഇതെന്ത് ഗെയിം ആവുന്നു? ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിക്കാൻ വന്നത് എന്തൊക്കെയാ ചോദിക്കുന്നത്? 34 വയസ്സില്ലേ? 37. ഞാൻ തന്നെ പറയാം, നിങ്ങൾ പറയണ്ട. എത്രയോ പറയരുത് കേട്ടോ. ഇത് ക്രൂരതയാണ്. ഇനി വയസ്സ് പറയുന്നതിന് ഒരാവശ്യമില്ല. 37 വയസ്സേ. എനിക്കത് കാണും. 33. 2 വർഷം കഴിയണത് മാത്രം. 31 ആണ്. എന്നാലും കഷ്ടം കേട്ടോ. 33, 34, 37. കൊള്ളാം. സമാധാനം, സന്തോഷമായി. ക്ലാസ്സിലേക്ക് പോവാ. എനിക്ക് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 34 മതി. സൗണ്ട് ഞാൻ വയസ്സ് പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഓട്ടൊക്കെ കേട്ടിരിക്കുന്നോണ്ടാണോ വയസ്സ് വന്നേ? കുഴപ്പമില്ല, ചുമ്മാ പറഞ്ഞോ. നിങ്ങൾ എത്ര ഏജ് പറഞ്ഞാലും എനിക്കറിയാലോ ഏജ്. ഓക്കെ, അപ്പൊ നേരിട്ട് വരുമ്പോ കാണാം. നേരിട്ട് വരുമ്പോ പറയും കണ്ടാലും 37 വയസ്സൊക്കെ തോന്നുന്നു. എനിക്ക് അറിയണം. നിങ്ങൾ നേരിട്ട് വരുമ്പോ ഞാൻ ചോദിക്കുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും. നെക്സ്റ്റ് മന്ത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി അല്ലേ, മാർച്ച്, ഏപ്രിലൊക്കെ ആകുമ്പോൾ കോൺവെക്കേഷൻ ഉണ്ടാവും. വരില്ല? എല്ലാവരും വരുമോ? ഞാൻ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവരും വരും. കാരണം ഈ ഗ്രൂപ്പിലുള്ള ആരും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എല്ലാരും നേരിട്ട് കാണാല്ലോ. അതെ, നേരിട്ട് കാണാം. അപ്പൊ ഞങ്ങളെ കാണണമെന്നൊന്നുമില്ല. ഞങ്ങൾ കാണുന്നുള്ളൂ. അല്ല എല്ലാരെയും മിസ്സുമാരെ എല്ലാരെയും കാണണം. നോക്ക്, നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? കോൺവെക്കേഷന് അങ്ങനെ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. തീരുമാനിക്കൂ. എന്തായാലും മിസ്സുമാരുടെ ഡാൻസ് ഉണ്ടോ? അത് ഉറപ്പാണല്ലോ. അതൊക്കെ ഉണ്ടല്ലോ, അത് കാര്യമില്ല. നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആണ്, അത്രയേ ഉള്ളൂ. കാണാം, ടീച്ചേഴ്സ് ചിലപ്പോൾ തെറ്റിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് ഞാനവിടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തെറ്റിക്കും. ഞാൻ തന്നെ ചെയ്യും. ആതിര മിസ്സാണോ മിസ്സ് പഠിപ്പിക്കുന്നത്? ഡാൻസ് പഠിപ്പിക്കുന്നത്? അല്ല, ആതിര മിസ് പഠിപ്പിക്കുന്നുണ്ട്. ഇടക്കിടക്ക് ഞാനും ചെറിയ സ്റ്റെപ്പ് ഇടുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് ഡാൻസിന്റെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, പഠിക്കാൻ പോവാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോങ് സെലക്ഷൻ, എഡിറ്റിംഗ്, സ്റ്റെപ്പ് എല്ലാം ഈ സാറ്റർഡേ ഉണ്ട്. ഓക്കെ, ഇത്ര പെട്ടെന്ന് സമയം പോയി. സംസാരിച്ചിരുന്ന സമയം കളഞ്ഞു. നിങ്ങൾ പറയൂ, നീ കംപ്ലൈന്റ് ചെയ്യോ? ടീച്ചർ വന്നിരുന്ന് സംസാരിച്ചിട്ട് സമയം കളഞ്ഞു എന്ന് പറയും. ഇല്ല മിസ്, നമുക്ക് കൂടുതൽ വർത്തമാനം പറയുന്ന ആൾക്കാരോടുള്ള കൂടുതൽ ഇഷ്ടം. പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സംസാരിക്കുന്നതാണല്ലോ ഇഷ്ടം. എന്നാ പറയണ്ടേ? അങ്ങനെയല്ല. ഞാൻ ആക്ച്വലി സബ്ജക്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സബ്ജക്ട് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാ കേട്ടോ സംസാരിക്കും. സബ്ജക്ട് എടുക്കും, അതൊക്കെ ഇങ്ങനെ കുറെ കഥകളൊക്കെ പറയും. എനിക്കെല്ലാം പോകണം. അപ്പൊ ഇംഗ്ലീഷ് അല്ലാതെ വേറെ സബ്ജക്ട് എടുക്കുന്നത് കോഴ്സ് ഇതാണോ? HIL ഏതാ പഠിപ്പിക്കുന്നത്? PGയുടെ ആണോ അതോ ഡിപ്ലോമയുടെ ആണോ?
ഡിപ്ലോമയാണ്. ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടമാണ്, സബ്ജക്ട് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ മിസ് ഇംഗ്ലീഷ് ഇത് പഠിച്ചത്, ഇംഗ്ലീഷ് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ. അങ്ങനെ വലിയ ഇഷ്ടം പറയാൻ പറ്റില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല ആദ്യം. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു. പൊതുവെ +2 പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് വെറുപ്പാണ് മിസ്. അത് അതിന്റെ അകത്ത് നമ്മൾ ഗ്രാമർ അല്ലല്ലോ പഠിക്കുന്നത്, മൊത്തം ഈ സ്റ്റോറികളും. ഇപ്പൊ ടീച്ചർമാർ തന്നെ നമ്മളിട്ട് ഉറക്കും ക്ലാസ്സിൽ ഇരിക്കുന്നു. ഗ്രാമറൊക്കെ പൊതുവെ പഠിച്ചത് ഓർക്കുന്ന കൂടി ഇല്ല, എവിടെയൊക്കെ പഠിപ്പിച്ചെന്ന് പോലും. ഗ്രാമർ ഓർക്കുന്നില്ല, നമ്മൾ പഠിച്ചോ സംശയമാണ്. ഇത് ഓർക്കില്ല, പഠിച്ചിട്ടുണ്ട്. ഗ്രാമർ പൊതുവെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് കേട്ടിട്ടേ ഇല്ല, കൂടുതലും സ്റ്റോറികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ. പിന്നെ ഇടയ്ക്ക് എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മാത്രമാണ് ഗ്രാമർ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എക്സാമിലും അങ്ങനെ ചോദിക്കുന്നില്ലല്ലോ, എക്സാമിന് എങ്ങനെയൊന്നും കാര്യങ്ങൾ ചോദിക്കാറില്ലല്ലോ പൊതുവെ. സ്റ്റോറി വന്നിട്ട് അതിന്റെ അകത്ത് നമ്മൾ ആൻസർ ചെയ്താൽ പോലും പറയാറ്. പിന്നെ മറ്റേ ഫ്രേസൽ വർബ് മാത്രം ചോദിക്കും, പുട്ട് ഓഫ് പുട്ടപ്പ് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചു കണ്ടുള്ളൂ. ഫ്രേസൽ വർബ് ഒക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ, നമ്മുടെ ലൈഫിൽ മാക്സിമം യൂസ് ചെയ്യണം. അത് ചോദിക്കുന്നത് കണ്ടുണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യാ ബ്രേക്ക് ഓഫ്, ഇതൊക്കെ ഫ്രേസലാണ്. ബ്രേക്ക് ഓഫ്, ഗിവ് അവേ ഒക്കെ ഇപ്പൊ വന്നതാണ്, ഇതൊക്കെ ഫ്രേസൽ വർബ് ആണ്. പിന്നെ എക്സാം മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിന് മുമ്പ് ചോദിക്കാറുണ്ട്. പൊതുവെ PSC എക്സാമിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മിസ് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചോദിക്കുന്നത് കൂടുതലും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞു പോയ മറ്റേ എന്തിട്ടാണ് ഈ ഡ്യൂറിങ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചില്ലേ, ഫോർ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലും ചോദിക്കാറ്. പിന്നെ മറ്റേ പ്രൊപ്പോസിഷൻ, പിന്നെ മറ്റേ ഹാർഡ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങള്, ഇത് എന്നാ സംഭവം മറന്നുപോയല്ലോ, റിപ്പോർട്ടർ സ്പീച്ച് എഴുതാറില്ലേ അത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ചോദിക്കാറ്. റിപ്പോർട്ട് സ്പീച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അല്ല, കൂടുതലും ചോദിച്ചിട്ടുണ്ടോ മിസ്, പഠിപ്പിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നിയില്ല. പഠിപ്പിച്ചില്ല മിസ്. മറ്റേ വൊക്കാബുലറീസ് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സമയം ഉണ്ടോ എനിക്ക് തോന്നുന്നു. പിന്നെ മിസ് ആർട്ടിക്കിൾ ഇടിയാന്നും പറഞ്ഞായിരുന്നു. ആർട്ടിക്കിൾ അല്ലേ, ആർട്ടിക്കിൾ എനിക്ക് പറയാം, വേഗം പറഞ്ഞേക്കാം. ആർട്ടിക്കിള് നമുക്ക് എവിടെ വേണമെങ്കിലും എ ആൻഡ് യൂസ് ചെയ്യാം. പക്ഷെ എയും ആൻ യൂസ് ചെയ്യണമെങ്കിൽ അറിയാലോ ആൻ എവിടെ യൂസ് ചെയ്യണ്ടേ, വൊവൽസിന്റെ കൂടെയാണെന്ന് പറയുമെങ്കിലും വൊവൽ സൗണ്ടിന്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. വൊവൽസിന്റെ കൂടെ അല്ല, AIOUന്റെ കൂടെ മാത്രമല്ല ആൻ യൂസ് ചെയ്യാം. സൗണ്ട്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലെറ്റേഴ്സിനല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവൾ പറയുമ്പോ എന്തിനാ ആൻ പറയുന്നേ? അറിയാം, H എന്ന് പറയുന്ന ലെറ്റർ വൊവലാണ്. മനസ്സിലാവുന്നുണ്ടോ? അവൾ, മണിക്കൂർ, ആനവോൾ എന്നേ പറയൂ നമ്മൾ. ആനവർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. സോ ഈ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത് വൊവൽസിന്റെ കൂടെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ AIOU ആണ് എന്ത് വൊവൽസ് എന്ന് പറയുന്നത് അല്ലെ? ഈ വൊവൽസിൽ പെടുന്നതാണ് H അല്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാം? വൊവൽ സൗണ്ട് ആണ് ഇമ്പോർട്ടന്റ്. ആൻഡ് അവർ ഓക്കെ, വൊവൽ സൗണ്ട് അവർ എന്നാണ്. അവിടെ H സൈലന്റ് ആണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന വൊവൽ സൗണ്ട് ആണ്, അവർ ആണ്. അതുകൊണ്ടാണ് അവിടെ ആൻ വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെയാണ് ഈ പറയുന്ന യൂണിഫോം. യൂണിഫോം എന്ന് പറയുന്നത് ഒരു വേർഡ് ആണ്. അതിന്റെ കൂടെ നമ്മൾ ആൻ യൂണിഫോം എന്നാണ് യൂസ് ചെയ്യാം. ആണോ? ആൻ യൂണിഫോം? നോ, നെവർ. യൂണിഫോം യു ആണ്. വൊവൽ ലെറ്റർ ആണെങ്കിൽ പോലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ വൊവൽ സൗണ്ട് അല്ല വരുന്നത്, യു അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആർട്ടിക്കിൾ എ യൂസ് ചെയ്യുന്നത്. എ എന്താണ്? ഒരു എന്നൊരു മീനിങ് ആണ്. എ ആൻഡ് രണ്ടും ഒരു എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഒരിക്കലും എ അല്ല പറയാ, അ സൗണ്ട് ആണ്. An award, a dog, a dog, a dog. Not a dog. A dog എന്ന് പറയാൻ പാടില്ല. A dog. Okay? Clear? അപ്പൊ എയും ആനും മനസ്സിലായോ? ഓക്കെ, ഇനി എങ്ങനെ യൂസ് ചെയ്യുന്നത് അറിയോ? നമ്മള് ഇപ്പോ എല്ലാത്തിനും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇല്ല. നമുക്ക് ഇപ്പോ എന്തെങ്കിലും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാണ്, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാൻ ചോദിക്കാണ്, ഇപ്പൊ ഞാൻ അനഘയോട് ചോദിക്കാണ്, give me a pen എന്ന് ചോദിക്കാണ്. അപ്പൊ അനഘ എന്താ പറയാ? അനഘ എന്താ ചെയ്യാം?
Give me a pen. അറിയോ? Give me a pen. എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താ തരാം? പെണ്ണ് തരും. പെണ്ണ് തരും. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ. Give me the pen. Give me the pen. അപ്പൊ എന്ത് ചെയ്യും? Give me a pen എന്ന് ചോദിച്ചപ്പോ എനിക്ക് പേന തരും എന്ന് പറഞ്ഞു. Give me the pen എന്ന് ചോദിച്ചാലോ അഗെയിൻ പേന തരും. ആണോ? സത്യം പറയൂ അല്ലെ? അഗെയിൻ ഒരു പേന തരും. ശരിയാണോ? പേന തന്നെയാണ് തരേണ്ടത്, പക്ഷെ ഞാൻ ചോദിച്ച പേന തന്നെ തരണം. അതാണ് വ്യത്യാസം. ഇപ്പോ അനഘ ഒരു പേന വെച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അനഘയോട് ചോദിക്കുകയാണ് give me a pen. എനിക്കൊരു പേന തരും. ഏതെങ്കിലും ഒരു പേന മതി. give me a pen. അനഘ ഏതെങ്കിലും ഒരു പേന എനിക്ക് എടുത്ത് തരും. ഞാൻ ചോദിക്കുകയാണ് give me the pen. ഞാൻ ഉദ്ദേശിച്ച പേന അനഘ എഴുതിക്കൊണ്ടിരിക്കുന്ന പേനയാണ്. ഓക്കെ, കാരണം ആ പേന അതെന്റെയാണ്. അത് അനഘയ്ക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ ചോദിക്കുകയാണ് give me the pen. give me the pen എന്ന് പറയുമ്പോൾ ഈ ചോദിക്കുമ്പോ എനിക്ക് ഏതെങ്കിലും ഒരു പേന തന്നാൻ പോരാ. ഇത് തരണം. ഞാൻ തന്ന അനഘ എഴുതിക്കൊണ്ടിരിക്കുന്ന പേന തന്നെ എനിക്ക് തരണം. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? ദാ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ മാത്രം ദാ യൂസ് ചെയ്യാം. അതൊരു കാര്യം. അതുപോലെ തന്നെ ദാ എവിടേക്ക് യൂസ് ചെയ്യണം? ഒറ്റ ഒരാള് മൂൺ, ദ സൺ, ദ മൂൺ എന്നൊക്കെ പറഞ്ഞെന്താ? അത് ഒരെണ്ണേ ഉള്ളൂ അല്ലെ? സ്പെസിഫിക്കേഷൻ ആണ്. എങ്ങനെയൊക്കെയാണ് ദാ യൂസ് ചെയ്യേണ്ടത്? ഇത് കുറച്ചുകൂടി ഒന്ന് സെർച്ച് ചെയ്യും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ബേസിക് മനസ്സിലായാലോ എങ്ങനെ യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ സെന്റൻസ് റിലേറ്റീവ് ഞാൻ പറയാറുണ്ട് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും പെർട്ടിക്കുലറൈസ് ചെയ്ത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത് ദാ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയുള്ള ആർട്ടിക്കിൾ കേട്ടോ. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ആർട്ടിക്കിൾ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഏകദേശം ഒരു ബേസിക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഇനി സെർച്ച് ചെയ്താലും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി പോർഷനിലേക്ക് പോവാട്ടാ. ഫസ്റ്റ് സിമ്പിൾ പാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, check your notebook and write down the heading past continuous and bracket you can write ചെയ്യുകയായിരുന്നു എന്ന് എഴുതാം. ചെയ്യുകയായിരുന്നു. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ചെയ്യുകയായിരുന്നു. ഇനി സ്ട്രക്ചർ എഴുതാം. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് verb ing. പ്രസന്റില് നമ്മൾ യൂസ് ചെയ്ത ഈസ് ആൻഡ് ആർ ആണെങ്കിൽ പാസ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് യൂസ് ചെയ്യണം? വാസ് ഓർ വേർ യൂസ് ചെയ്യണം. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് verb ing. ഓക്കെ, ചെയ്യുകയായിരുന്നു, ഞാൻ അവിടെ പോവുകയായിരുന്നു, അവർ കളിക്കുകയായിരുന്നു, ഞാൻ ബുക്ക് വായിക്കുകയായിരുന്നു, അവിടെ പാട്ട് പാടുകയായിരുന്നു. ഇതൊക്കെ പാസ്റ്റ് ആണ്, കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. കഴിഞ്ഞുപോയ കാര്യമാണെങ്കിൽ പോലും കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു അത് അല്ലെ? നമ്മളിപ്പോ ക്ലാസ് പഠിക്കുകയാണല്ലേ, ഞാനിപ്പോ ക്ലാസ് എടുക്കുകയാണ്, ക്ലാസ് കേൾക്കുകയാണ്. പക്ഷെ ഇത് കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയാ? ഞാൻ ക്ലാസ്സിലായിരുന്നു എന്ന് പറയും, ഞാൻ പഠിക്കായിരുന്നു എന്ന് പറയും. അത് പാസ്റ്റ് ആണ്. ആ പറയുന്ന ടൈമിൽ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളിവിടെ ഐ എവിടേക്കാ യൂസ് ചെയ്യുക? ഐയുടെ കൂടെയാണ് വാസ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? ഐ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്നൊക്കെ വാസ് യൂസ് ചെയ്യാം. യു, വി, യുടെ കൂടെ നമ്മള് വേറെ യൂസ് ചെയ്യും. ഐ വാസ് ഡാൻസിങ്, ഞാൻ ഡാൻസ് കളിക്കായിരുന്നു. ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കായിരുന്നു. ഓക്കെ, they were going to their home, അവർ അവരുടെ വീട്ടിൽ പോവുകയായിരുന്നു. ക്ലിയർ? അപ്പോ ഈ വാസം വേറൊക്കെ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും പെട്ടെന്ന് അവിടെ ഒരു 5 എക്സാമ്പിൾ വീതം എല്ലാ സബ്ജക്റ്റ് വെച്ചിട്ട് ഒരു 5 എക്സാമ്പിൾ വീതം ക്രിയേറ്റ് ചെയ്തേ. നെക്സ്റ്റ് ചെയ്യൂട്ടോ, എല്ലാവരും ചെയ്യാം.
Okay, നമുക്ക് check ചെയ്യാലോ. The movie was interesting. He was going to school. She was watching TV. They were dancing. I was eating breakfast. We were writing a book. Yeah, I was reading a book. She was cooking dinner. He was watching TV. We were playing cricket. The children were laughing in the park. We were playing football after college. She was going to school. They were buying a new car. He was eating food. I was writing a letter. We were walking in the park. I was working on my project when you arrived. She was talking on the phone. She was traveling to New York last summer. I was listening to music while doing homework. It was my friend. We were busy. They were playing football in the park. She was very happy. Was tired yesterday. She was very happy today. He was at the hospital. The movie was interesting. We were late to school. They were playing cricket. We were at the park in the evening. The students were silent in class. Yeah, I was eating breakfast. She was reading a book. They were playing football. We were preparing his car. Yeah, all clear? Okay. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. ഇനി ഞാൻ പ്രത്യേകിച്ച് ട്രാൻസ്ലേഷനോ കാര്യങ്ങളോ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? പ്രസന്റ് പെർഫെക്റ്റിലേക്ക് പോവാം. പ്രത്യേകിച്ചൊന്നുമില്ല. പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് ബാക്കി എല്ലാ ടെൻസും പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ, സോ എഴുതിക്കോളൂ കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്. And write down the bracket like this. ചെയ്തിട്ടുണ്ടായിരുന്നു. Yeah, ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു. Present perfect. ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു. Okay. So structure is subject plus had plus V3. Subject plus had plus V3. Okay. നമുക്ക് ഇവിടെ ഏത് സബ്ജക്റ്റിനെ കൂടെ നമുക്ക് ആഡ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മുടെ പ്രസന്റിൽ പറഞ്ഞ പോലെ സിംഗിൾ സബ്ജക്റ്റിനെ കൂടെ അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഏത് സബ്ജക്റ്റിനെ കൂടെ നമുക്ക് ആഡ് യൂസ് ചെയ്യാം. ഇനി എന്താണ് സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാലോ. അറിയാലോ, പ്രതീക്ഷ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. V3 ഫോം യൂസ് ചെയ്യണം. ഹാസ്, ഹാവ്, ഹാഡ് എന്ന് 3 വരുമ്പോ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഏത് സബ്ജക്റ്റിനെ കൂടെ ഹാഡ് യൂസ് ചെയ്യാം. അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. ഓക്കെ, ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഗോൺ ടു ഐ ഹാവ് gone to his home. Okay, clear? അങ്ങനെ ഒരു 5 എക്സാമ്പിൾ ഈ ടെൻസ് വെച്ചിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തേ. പെട്ടെന്ന് അവിടെ ടൈമില്ല കേട്ടോ, പെട്ടെന്ന്. ഓക്കെ, എല്ലാവരും മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ,
Okay. ശരിയാവേ. I have finished the work. The work എന്ന് പറയുമ്പോൾ അറിയാലോ ഇതിലെ പെർട്ടിക്കുലർ ആയിട്ട് ചെയ്ത ഒരു വർക്ക് ആയിരിക്കും. മനസ്സിലായോ? അതായത് എന്താണോ അവനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ വർക്ക് കംപ്ലീറ്റ് ആയി എന്നാ പറയുന്നത് കേട്ടോ. അല്ലാതെ ഏതെങ്കിലും ഒരു വർക്ക് അല്ല. Yeah. Then he had visited New York. They had arrived late. She had read a book. We had seen a movie. Yeah. I had finished my work before 9. She had left. When I arrived, they completed the exam early. I had completed the homework. She had lost her purse. He had finished reading. They had played football. I had a busy day. Yeah, he had eaten breakfast. He had a work in interview. He had a walk-in interview. Okay, yeah. I have finished my work. Yeah, സൗമ്യ പറഞ്ഞതില് noun വെച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ verb ഉണ്ട് കേട്ടോ. നമുക്ക് noun വെച്ച് പറയുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു. എനിക്ക് I have a car. എനിക്കൊരു കാർ ഉണ്ട് എന്നാ പറയും. I had a car എന്ന് പറയുമ്പോൾ എനിക്ക് കാർ ഉണ്ടായിരുന്നു എന്നാ പറയും. ഓണർഷിപ്പ് ആണ്, noun ആണ് കേട്ടോ അവിടെ യൂസ് ചെയ്തത്. അതാണ് I had a busy day. എനിക്കൊരു busy day ഉണ്ടായിരുന്നു. noun ആണത്. Okay, busy എന്ന് പറയുന്ന verb ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. Okay. Then he had a walk-in interview. ഒരു interview ഉണ്ടായിരുന്നു. Yeah. Then Jasmine, we had seen movie. She had cooked rice. She had finished her homework. Yeah. അപ്പൊ നമുക്ക് ഈ പറയുന്ന എല്ലാവരും noun വെച്ചും പറയാം, verb വെച്ചും പറയാം. ടെൻസിൽ പഠിക്കുന്ന verb വെച്ചാണ്. Okay. noun വെച്ചും പറയാട്ടോ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. Then Nitya, she had studied well. They had come in the brush. Yeah, correct. Clear. So ഈ രണ്ട് ടെൻസും ക്ലിയർ ആണല്ലോ. Okay. Yes. Yeah. So, Didi, എന്താ ചെയ്യേണ്ട? Practice well. നന്നായി practice ചെയ്യുക. Okay. Keep practicing. Keep practicing. Keep studying. Okay. Yeah, that's all. That's why today's session. Okay. So, thank you. Thank you all. See you on next class. Okay. Bye. Thank you, Miss. Thank you, ma'am.